രാവിലെ 8 മണി. ശ്രദ്ധേയമാകുന്നത് ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസങ്ങളിൽ 3 തവണയാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തിയത്. എന്തിനാണത്? അല്ലെങ്കിൽ റബ്ബർ പോലെ ഉണ്ടല്ലോ. ഇത്ര കാലമായിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ല. മതി, ഞാൻ പുറത്ത് കഴിച്ചോളാം. ഉച്ചയ്ക്ക് 1:45. അല്ല മോളെ, ഇത് ചോറ് തന്നെയാണോ? കുറച്ച് ശർക്കര ഒഴുക്കി ഒഴിച്ചാലേ എനിക്കിത് പായസമായിരിക്കും കുടിക്കാനും. ഏട്ടാ, ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ സ്വഭാവത്തിന് പച്ച വെള്ളം തരരുത്. ഇവിടെ വന്ന് കയറി അന്ന് മുതൽ തുടങ്ങിയത് ഈ കുറ്റപ്പെടുത്തൽ മടുത്ത്. വേണ്ടടി, ഞാൻ ഒരു പുണ്ണാക്ക് എനിക്കുണ്ടായി തരണ്ട. ഇവിടെ ദാസേട്ടന്റെ ഹോട്ടൽ ഉള്ള കാലത്തോളം ഉണ്ടല്ലോ ഞാൻ പട്ടിണി കിടക്കൂല. മനസ്സിലായി ഞങ്ങൾക്ക്? A few minutes later. എന്താ നേരത്തെ ചോറ് കുറച്ച് വേവതിയേനു, അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ. സോറി കേട്ടോ. നീ ചോറും എടുത്തോ. ചോറൊക്കെ ഞാൻ എപ്പോഴേ പശുവിന്റെ വെള്ളത്തിലിട്ട്. അപ്പോ യുദ്ധം വാണിജ്യ LPG സിലിണ്ടർ വിതരണത്തെ വലിയ രീതിയിൽ ഈ യുദ്ധം ബാധിച്ചതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടലുകൾ അടച്ചു തുടങ്ങി. കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഗ്യാസ് ഒക്കെ എപ്പോഴേ തീർന്നു. കുറെ വിറകുണ്ട്, കീറി തന്ന എന്തേലും വെച്ചുണ്ടാക്കി തരാം. എന്ത് നല്ല കാഴ്ച. ഗ്യാസിന് ക്ഷാമം വന്നോണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്.